അപർണ ആൻഡ് ജീവ. അപർണയും ജീവയും ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ അറിയിച്ച ഒരു കാര്യം. ഇന്നലെ മുതൽ ഒരുപാട് ആളുകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനും ഓൾറെഡി 2 വീഡിയോ ചെയ്തു. ഇനി ഒരു വീഡിയോ ഈ ഒരു വിഷയത്തിൽ ചെയ്യണ്ട എന്ന് ഉറപ്പിച്ചതുമായിരുന്നു. എന്നാൽ ഞാൻ ഒരു വീഡിയോ, ഒരു ഇൻഫ്ലുവൻസറുടെ, ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറുടെ, ഈ ബ്യൂട്ടി പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരു വ്ളോഗറുടെ ഒരു വീഡിയോ കാണാനിടയായി. അവർ ഈ ലൈഫ് സ്റ്റൈലും ഫാഷനും ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ഇതുപോലുള്ള കോൺട്രവേഴ്സ്യൽ സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവർ വന്നിരുന്നൊരു വീഡിയോ ചെയ്യാറുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വേറെ ആരുമല്ല, അസ്ലാം ആർലി എന്ന് പറയുന്ന ഒരു ബ്ലോഗർ. അപ്പോൾ അവരുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഉറപ്പിച്ചു, കുറച്ച് കാര്യം സംസാരിക്കണം. പ്രത്യേകിച്ച് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യം, അതും കൂടെ എനിക്ക് പെട്ടെന്ന് ഈ ഒരു വിഷയമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നി. മനസ്സിലായോ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. അപർണ ജീവ, അപർണയുടെ പഴയ ഇൻ്റർവ്യൂകൾ, അല്ലെങ്കിൽ അപർണയും ജീവയും ഒന്നിച്ചുള്ള പല ഇൻ്റർവ്യൂകളൊക്കെ ഇപ്പോൾ കുത്തിപ്പൊങ്ങി വന്ന് നല്ല രീതിയിൽ അപർണയെ ഒരു സൈഡിൽ നിന്ന് കല്ലെറിയുന്നുണ്ട്. എറിഞ്ഞോളൂ. കുറേ ആളുകൾ എന്നല്ല, ഭൂരിഭാഗം ആളുകൾക്കും അപർണയെ ഇഷ്ടമല്ല. അതിൻ്റെ മെയിൻ ഒരു കാരണം ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണം. അതൊക്കെ അവരുടെ ഇഷ്ടം, ഞാൻ അതിനകത്തൊന്നും പറയാനില്ല. എന്നാൽ അവർ ഇന്നലെ എഴുതിയിട്ട പോസ്റ്റിൽ, ഇൻസ്റ്റഗ്രാമിൽ എഴുതിയിട്ട പോസ്റ്റിൽ അവിടെയും ഇവിടെയും തൊടാതെ ജീവയ്ക്കിട്ട് നല്ല കൊട്ട് കൊടുക്കുന്നുണ്ട്. അതപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടില്ല. ഞാനും പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ജീവ വളരെ മാന്യമായിട്ട് വന്ന് കാര്യം പറഞ്ഞു പോയി, അപർണയ്ക്കും അങ്ങനെ അങ്ങ് പറഞ്ഞു പോകായിരുന്നു. പക്ഷേ ആ പെൺകുട്ടിയുടെ മാനസിക അവസ്ഥ അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ജീവ എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും തെമ്മാടിത്തരം അപർണയോട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അപർണ എഴുതിയിടുമ്പോൾ അവിടെ എവിടെയും തൊട്ടും തൊടാതെയും കുത്താൻ തോന്നും. അത് ഏതൊരു മനുഷ്യനാണെങ്കിലും ചെയ്യില്ലേ? ജീവയെ നമ്മൾ എപ്പോഴൊക്കെ കണ്ടാലും, ജീവ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിദേശത്ത് പ്രോഗ്രാമിലായിരുന്നു, എങ്ങും അങ്ങനെ ഡിപ്രസ്ഡ്. ഇത്രയും 11 വർഷമായി കല്യാണം കഴിച്ചിട്ട് അതിനുശേഷം 2 പേര് പിരിയുമ്പോൾ കുറച്ചായി അവർ തമ്മിൽ വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആരാണെങ്കിലും ഒന്ന് ഡൗൺ ആവും. പക്ഷെ ജീവ അങ്ങനെ ഒന്നും അല്ല, നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവ. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ആ ഒരു നല്ല കാര്യത്തിൻ്റെ പുറകിൽ വേറൊരു സൈഡ് ഉണ്ടെങ്കിലോ? ജീവയുടെ എന്തെങ്കിലും കലാപരിപാടികൾ അപർണ പൊക്കിയതാണെങ്കിലോ ഇവർ തമ്മിലുള്ള വേർപിരിയലിന് കാരണം? അപർണയുടെ കയ്യിൽ തെറ്റൊന്നും ഇല്ല എങ്കിൽ, ജീവയുടെ കയ്യിലാണ് തെറ്റെങ്കിൽ ജീവയ്ക്ക് യാതൊരു വിഷമവും കാണത്തില്ല, ഇല്ലേ? പിന്നെ അവരതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനും അതിനെപ്പറ്റി അതുകൊണ്ട് കൂടുതലായിട്ട് അങ്ങോട്ട് ചുരണ്ടാൻ പോകുന്നില്ല. എന്നാൽ അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പഴയ കുറച്ച് ഇൻ്റർവ്യൂകൾ, അതിലവർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, അന്ന് പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്. മനസ്സിലായോ? നിലപാടുകൾ, മനുഷ്യന്മാരാണ്, ചില കാര്യത്തിൽ മാറിക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് മടിക്കാതെ ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ കാലത്ത് ഈ പ്യുവർ റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന സാധനമൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. വളരെ വളരെ വിരളമാണ്. അതൊക്കെ ഉണ്ട്, തീരെ അങ്ങോട്ടില്ല എന്ന് പറയുന്നില്ല, കാണും. പക്ഷേ ഭൂരിഭാഗം ഉണ്ടല്ലോ. അത് അപർണയുടെയും ജീവയുടെയും കാര്യം തന്നെ നോക്കൂ. 11 വർഷം കല്യാണം കഴിഞ്ഞ് 11 വർഷത്തോളം ഒന്നിച്ച് ജീവിച്ചു. എന്നിട്ട് അവസാനം എന്തായി? ഭാഗ്യം ഒരു കുട്ടിയൊന്നും ഇല്ലാത്തത്. ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ എന്തായേനെ? ഇൻ്റർവ്യൂകളിലൊക്കെ വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലിലൂടെയും പൊതുവേദികളിലും ഒക്കെ അവർ നമ്മളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവരെ കാണുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നിന്ന 2 പേര് ഏകദേശം കഴിഞ്ഞ വർഷം വരെ നല്ല ഹാപ്പി ആയിട്ടുള്ള അവരുടെ പല മൊമെൻറ്റ്സും അവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെ വരെ ഷെയർ ചെയ്ത് ഞാൻ കണ്ടു. എന്നാൽ ഒരു വർഷം കൊണ്ട് അവരുടെ ഇടയ്ക്കുണ്ടായ എന്തോ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത മനുഷ്യന്മാരില്ല, അല്ലേ? ഭാര്യ ഭർത്തൃബന്ധത്തിൽ, അല്ലെങ്കിൽ ഒരു കപ്പിൾ, അവരുടെ ഇടയ്ക്ക് ഒക്കെ പ്രശ്നങ്ങൾ കാണും, ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ അത് കോംപ്രമൈസ് ചെയ്ത്, അതിനെ അഡ്ജസ്റ്റ് ചെയ്ത്, പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ ഹാം, ഞാൻ വീണ്ടും എടുത്തത് പറയും, ഫിസിക്കൽ ഹാം ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകത്തോളം കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും. കാരണം 2 പേർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും. പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടായിരിക്കും ചിലപ്പോൾ അവർ 2 പേരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു മൊമെൻറ്റ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ
ഒരു ഫിസിക്കൽ ഹാം ഇല്ലാത്തോടം അങ്ങനെ ഒരു ഫിസിക്കൽ ഹാമിലേക്കൊക്കെ ഒരു റിലേഷൻഷിപ്പിനകത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ നിൽക്കുക ചെയ്യരുത്. അപ്പം തന്നെ വിട്ടേക്കണം. പക്ഷെ അതല്ലാതെ ചെറിയ ചെറിയ വഴക്കുകൾ മാത്രമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ കുറച്ച് കാലമെങ്കിലും ഒന്ന് നോക്കണം, പറ്റുമോ ഇല്ലയോ എന്ന്. പറ്റുന്നില്ല എങ്കിൽ വിട്ട് കളഞ്ഞേക്കണം, പിന്നെ കൂടുതൽ അവിടെ തിരിഞ്ഞു കളഞ്ഞ് നിൽക്കരുത്. പക്ഷേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഒരു കോംപ്രമൈസും ഇല്ലാതെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും 1 മാസം കൊണ്ടൊക്കെ ചില ആളുകൾ വെറും 1 മാസം കൊണ്ടൊക്കെ പറ്റത്തില്ല, ഞാൻ വിട്ടേക്കുക, അങ്ങനെ പറയുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, എന്താണ് അല്ല, അപ്പോൾ ഒരു റിലേഷൻഷിപ്പിന് ഒരു വാല്യൂ ഒന്നും ഇല്ല ഇന്നത്തെ കാലത്ത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു കോംപ്രമൈസ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ഇത് പുരുഷനാണെങ്കിലും ശരി, സ്ത്രീ ആണെങ്കിലും ശരി. പക്ഷേ 1 മാസം എന്നല്ല, വെറും 2 ദിവസം മതി ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് 2ാമത്തെ ദിവസം പെണ്ണിനെ കയറി ആണോ അല്ലെങ്കിൽ ആണിനെ കയറി പെണ്ണോ കൈ വെക്കുന്നൊരവസ്ഥയാണെങ്കിൽ വിട്ടോണം, പിന്നെ അവിടെ നിൽക്കരുത്. പക്ഷെ വഴക്കുകൾ ഇന്ന് പക്ഷെ ആർക്കും എനിക്ക് തോന്നുന്നു പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ പറ്റാത്തവരൊന്നും കെട്ടാതിരിക്കുക, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആരെ കെട്ടിയാലും 10ാം ദിവസം വീട്ടിൽ ഇരിക്കും. മനസ്സിലായോ? ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കേണ്ടി വരും. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കേണ്ടി വരും. പിന്നെ വെറുതെ ആരൊക്കെയോ കാണിക്കാൻ ഒരു കല്യാണവും കഴിച്ച് കൂടിപ്പോയാൽ 2 പിള്ളേരുമായി ഇങ്ങനെ ഇരിക്കുക. പക്ഷെ സ്നേഹവും ആ സാധനമൊന്നും കാണത്തില്ല. എന്തിനോ വേണ്ടി ജീവിക്കുന്ന, പിന്നെ ചില ആളുകൾ മറ്റേ അഹങ്കാരം മൂത്ത് പല പരിപാടികൾ കാണിക്കുന്ന ആളുകളുണ്ട്. ഡാഡി ഇല്ലായ്മ അല്ലാതൊന്നും പറയാനില്ല. എന്താണെങ്കിലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപർണയുടെയും ജീവയുടെയും ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് 3 വർഷങ്ങൾക്ക് മുമ്പ് അപർണയും ജീവയും ഈ ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്. അത് കേട്ടോണേ. അല്ല, ഈ ഫൈനാൻഷ്യൽ ഡീലിങ്സിൻ്റെ കാര്യം പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അപർണയ്ക്ക് 1 മാസം അപർണ എത്ര ഏൺ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ചോദിക്കാതെ തന്നെ എന്നോട് പറയും. ഞാൻ പറയും ഓക്കെ, ഇന്ന പേയ്മെൻറ്റ്സ് എനിക്ക് വരാനുണ്ട് മുത്തേ, അപ്പം നമുക്ക് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, യുൽ ഡു ദിസ് എന്ന് ഞാൻ പറയും. അപർണ അങ്ങനെ തന്നെ, എനിക്ക് ഇന്ന പേയ്മെൻറ്റ്സ് വരാനുണ്ട്, അപ്പോൾ എനിക്ക് ഈ മാസം കുറച്ച് ടൈറ്റ് ആയിരിക്കും. കാര്യം ഇത് ഞങ്ങൾ 2 രൂപയുടെ വർക്ക് ചെയ്താലേ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല വർക്ക് ചെയ്താലേ. ഞങ്ങൾ സ്ക്രാച്ചിൽ നിന്ന് മൈനസ് നിന്ന് തുടങ്ങിയ ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ ലയബിലിറ്റീസ് ഇല്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് അപർണയുടെ ഫാമിലിയെ നോക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഫാമിലിയെ നോക്കുന്നുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങൾ നോക്കിയാലും ഞങ്ങൾ ആഗ്രഹിക്കുന്ന, ഞങ്ങൾ സ്വപ്നം കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊരു മേക്കപ്പ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതാണെങ്കിലും, ഞാനൊരു ഷർട്ട് വാങ്ങിക്കുന്നതാണെങ്കിലും, ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നതാണെങ്കിലും, ഇതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എന്നാണ് ജീവ പറയുന്നത്. അപ്പുറം ഇരുന്ന് തലയാട്ടുന്നുമുണ്ട്. എന്നാൽ ഏകദേശം ഒരു മാസം മുമ്പ് അപർണ കൊടുത്തൊരു ഇൻ്റർവ്യൂ, അതിൽ അപർണ ഇങ്ങനൊന്നും അല്ലടേ പറയുന്നത്. ഇങ്ങനൊന്നുമല്ല, ഒറ്റയ്ക്ക് വന്നിട്ടാണ് ആ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അന്ന് ഈ ഒരു ഇൻ്റർവ്യൂവിൽ ജീവ പറയുന്ന കാര്യങ്ങളോടെല്ലാം തലയാട്ടി സമ്മതിച്ച് ഇപ്പോൾ വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നത്. കേൾപ്പിക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേഴ്സണലി എനിക്കറിയാവുന്ന ഒരാൾ പറഞ്ഞ ഒരു കാര്യം, അത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പലയിടത്തും. അതായത് ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു വ്യക്തി, ഹൂവർ ഇറ്റ് ഈസ്, പുരുഷനോ പെണ്ണോ, ഞാൻ ആരാണെന്നൊന്നും പറയുന്നില്ല, ജെൻഡർ എന്തിനാണ് പറയുന്നത്, അതിൻ്റെ ആവശ്യമില്ല. ഒരു വ്യക്തി, 2 പേര്, അതിലൊരു വ്യക്തി, അയാൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയൊരു വ്യക്തി, മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഹോസ്പിറ്റലൈസ്ഡ് വരെ ആയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ആ ആളെ നല്ല രീതിയിൽ ഇപ്പറേ നിൽക്കുന്ന ആൾക്ക് മനസ്സിലായി. പക്ഷേ ആ ആള് ഒരിക്കലും കൺട്രോളബിൾ അല്ല. എപ്പോഴും പ്രശ്നം, എല്ലാ ദിവസവും പ്രശ്നം, ഉച്ചയ്ക്കും രാവിലെയും ഒക്കെ പ്രശ്നം. അവരെൻ്റെ പുറകെ അങ്ങനെ വന്നു, ഇയാൾ എൻ്റെ അടുക്ക് ഇങ്ങനെ പറഞ്ഞു, മറ്റേ ആൾ അത് ചെയ്തു, ഇത് മാത്രം. കൂടെ നിൽക്കുന്ന ആൾക്ക് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അയാളുടെ കിളി പോയി തുടങ്ങി. കാരണം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ പ്രശ്നം മാത്രം, ഫുൾ ടൈം പ്രശ്നങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുക. കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളെ ഒന്നും തലയിൽ അധികം എടുത്തു വെക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ അപ്പുറം നിൽക്കുന്ന ആളെ മനസ്സിലാക്കി, അയാൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി, അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒന്ന് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അടുത്ത പ്രശ്നം കൊണ്ട് വരും. പ്രശ്നങ്ങൾ മാത്രം. അവസാനം കൂടെ നിന്ന ആളുടെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി. പിടികിട്ടിയോ? കയ്യിൽ നിന്ന് അയാളുടെ പോകുന്നു എന്ന് കണ്ട് മനസ്സിലാക്കിയ ആ മൊമെൻറ്റിൽ ഈ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന, എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം സംസാരിക്കുന്ന ആൾക്ക് ഇയാളും ഒരു പ്രശ്നമായി തുടങ്ങി. വേണ്ട, എനിക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെന്ന്.
എന്നിട്ട് അത് പറഞ്ഞ് അയാളെ ഇട്ടേച്ചും പോയി. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പിടികിട്ടിയോ? ഒരാളെയും ഒരു പരിധിയിൽ കൂടുതൽ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഒരാളെ ഒരു പരിധിയിൽ കൂടുതൽ സ്നേഹിക്കാൻ പോരുത്. പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും പ്രശ്നം. നമ്മളൊരാളുടെ പ്രശ്നം കണ്ട് അയാളെ താങ്ങാനും മറ്റേ സഹതപിക്കാനും പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നാളെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മുടെ ആ ഒരു എറ മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ. നമ്മളൊന്ന് ഡൗൺ ആയി ഇവർ കാണത്തില്ല. നമ്മളൊന്ന് ഡൗൺ ആയോ, നമ്മുടെ കയ്യിൽ നിന്ന് പോയോ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇത് നിങ്ങൾ ഇട്ടേച്ച് ഓടിക്കളയും. പിടികിട്ടിയോ? പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ആരാണെങ്കിലും ഇന്ന് പ്രോബബിളി ഒരു 85% കണ്ടുവരുന്നതാണ്. കുറേ ആളുകളുണ്ട് സപ്പോർട്ട് ചെയ്ത് നല്ല കെയർ കൊടുത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. ഒരാളുടെ പ്രശ്നം അത് മറ്റേ ആൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, അയാൾക്ക് പറ്റുന്നില്ലെങ്കിൽ പോലും അയാൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഇത് മനസ്സിലാക്കി നാളെ അയാൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിൽക്കും, അയാളുടെ പ്രശ്നങ്ങളെ മറന്ന്. അവിടെയാണ് സ്നേഹം. പിടികിട്ടിയോ? അല്ലാതുള്ളതൊക്കെ വെറും ഫേക്ക്. പിന്നെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കും. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, മറ്റേത് പ്രശ്നം, മറിച്ചേത് പ്രശ്നം, നീ അങ്ങനെ ചോദിച്ചില്ല, നീ ഇങ്ങനെ ചോദിച്ചില്ലേ, ഇതേ പിന്നെ കാണത്തുള്ളൂ. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിടികിട്ടിയോ? ആരെ കല്യാണം കഴിച്ചാലും എവിടെ പോയാലും ആരെന്തു പറഞ്ഞാലും അതിനകത്തെ, ഇല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പ്രശ്നങ്ങൾ മാത്രം, അത് മാത്രമേ കാണുള്ളൂ. അല്ലാതെ അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനോ. എനിക്ക് പിന്നെ മനസ്സിലായ വേറൊരു കാര്യമുണ്ട്, ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക്, ഒരു പരിധിയിൽ കൂടുതൽ ഈ മനുഷ്യൻ എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ടല്ലോ, ഒരുപാട്, അതിപ്പോൾ ബന്ധുക്കളായിക്കോട്ടെ, ആരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, ഹൂവർ ഇറ്റ് ഈസ്, ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് മിങ്കിളായി കഥ പറയാൻ പോകാതിരിക്കുക, അതായിരിക്കും നല്ലത്. സുഹൃത്തുക്കളുടെ അടുക്കലായി പോയിക്കോട്ടെ, ഒരു പരിധിയിൽ കൂടുതൽ പേഴ്സണൽ കാര്യങ്ങൾ പറയാതിരിക്കുക. അത് എപ്പോഴും ദോഷമായി മാറത്തേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും നല്ലതായി വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പല ആളുകളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് പോട്ടെ. അപർണ ജീവ കേസിൽ കേട്ടല്ലോ, ജീവ അപർണയും കൂടെ ഇരുന്ന് പറഞ്ഞത് എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യും. എന്നാൽ ഇപ്പൊ പറയുന്നത് എന്താ കേട്ടോ? ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി പൊതുവെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ വേണമെന്നാണോ? വാട്ട് യു ഫീൽ? നോട്ട് റിയലി. അത്രയും വേണ്ട, അത്രയും ട്രാൻസ്പെറൻസി വേണം എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. കുറച്ചൊക്കെ ആവാം, പക്ഷേ നമ്മുടെ എക്സ്പെൻസസ്, നമ്മൾ എന്തിനു വേണ്ടി അത് യൂസ് ചെയ്യുന്നു, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എവിടേക്കാണ് നമ്മളത് ഇടാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ മേ ബി FD നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ചിറ്റ്സ്, ഫണ്ട്സ്, അങ്ങനെയൊക്കെ നമ്മൾ ഷെയർസ്, ഇതൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. അത് എല്ലാം ഒന്നും നമ്മളെല്ലാവരോടും ഓപ്പൺ ആവണം എന്ന് ഞാൻ പറയില്ല. ബീറ്റ് യുവർ പാർട്ട്ണർ, ബീറ്റ് യുവർ ഡാഡ്, ബീറ്റ് യുവർ പേരൻസ്, ഫ്രണ്ട്സ്, വേണ്ട. കുറച്ചൊക്കെ നമ്മുടെ സീക്രസിയിൽ അത് വെക്കുന്നത് തന്നെയാണ് നല്ലത്. ബിക്കോസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആസ് ലോങ് ആസ് അത് നമുക്ക് നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ അറിയെങ്കിൽ വേറൊരാളോട് അത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അൺലെസ് യുവർ CA, യുവർ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്. ബിക്കോസ് നമുക്ക് ആളോട് മാത്രം നോണ പറയാൻ പറ്റില്ല. കേട്ടല്ലോ, കൂടുതൽ വിശദീകരണം വേണ്ടല്ലോ. അന്ന് പറഞ്ഞത് വേറെ, ഇന്ന് പറയുന്നത് വേറെ. ഇതിൽ ഞാനൊരിക്കലും അപർണയെ കുറ്റം പറയാനും നിൽക്കത്തില്ല. നിലപാടുകൾ മനുഷ്യനാണ്, മാറിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് അന്ന് ജീവ കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് ജീവ കൂടെ ഇല്ല. ജീവ ഇല്ലാത്തൊരു സമയത്താണ് ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. പിടികിട്ടിയോ? അപ്പോൾ ഈ കാര്യമല്ലാതെ വേറൊന്നും അപർണയുടെ വായിൽ നിന്ന് വീഴില്ല. 100% ഷുവർ. അതിൽ അവർ തെറ്റുകാരിയാണെന്നോ അല്ലെങ്കിൽ ആ വ്യക്തി തെറ്റുകാരനാണെന്നോ ഒന്നും ഞാൻ പറയില്ല. ഇവരുടെ വിഷയത്തിൽ ആരാണ് തെറ്റുകാരനെന്നുള്ള ചോദ്യം പോലും ഇപ്പോൾ ആവശ്യമില്ല. കാരണം അപർണയുടെ പല റൈറ്റിങ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്തൊക്കെയോ ജീവയുടെ സൈഡിൽ, ജീവയുടെ തന്നെ ചില പ്രവർത്തികൾ. ജീവ അടിപൊളിയായിട്ട് ചില്ല് ചെയ്ത് കിടക്കുക. അപർണ ഇപ്പോൾ ഓക്കെയാണ്, പല കോസ്മെറ്റിക് പ്രൊഡക്ട്സും ഒക്കെ ഇങ്ങനെ മറ്റേ പ്രൊമോഷനും ഒക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ജീവ പബ്ലിക്കിൽ വരുമ്പോഴും ഹീ സോ ഹാപ്പി. അപർണയും അങ്ങനെയാണ്. പക്ഷേ ഇടയ്ക്ക് കുറച്ച് കാലം മറ്റേ ഹീലിംഗ് പരിപാടി, ബാലിയിലെ അങ്ങനെ കുറേ പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ജീവ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ജീവ സോ ആക്റ്റീവ്, ജീവ സോ ആക്റ്റീവ്. പല സ്റ്റേജ് ഷോസ്, പല പരിപാടികളായിട്ട് ജീവ പോകുന്നു. എന്താണെങ്കിലും കഴിഞ്ഞു അവരുടെ ഇടയിൽ. പിന്നെ 11 വർഷം, ഇറ്റ്സ് എ ബിഗ് തിങ്. ഇതൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ പേടിയാവുന്നത്. 11 വർഷം, 2-3 മാസം അല്ലെങ്കിൽ 1 വർഷമോ 2 വർഷമോ ഒക്കെ ആയിട്ട് ഇവിടെ പല ആളുകൾക്കും വേണ്ടാന്ന് വെച്ച് പോകുന്നു. 11 വർഷം നിന്നിട്ടും എന്താ അവർ വേണ്ട. ആ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ ഇന്നത്തെ കാലത്ത് ഈ സ്നേഹവും തേങ്ങയൊന്നുമില്ല. സെൽഫ് ലൈഫ്, നമ്മളെ ഇഷ്ടപ്പെടുക, അങ്ങോട്ട് ആഘോഷിക്കുക നമ്മുടെ ജീവിതം, അതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ, ഇങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ടിട്ട്. ഇനി വേറെ ഒരൊറ്റ ക്ലിപ്പും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരൊറ്റ ക്ലിപ്പും കൂടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അസ്ലാമാറിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാനുണ്ട്. അതിന് മുമ്പ് ഇതും കൂടെ കണ്ടു. ചിലവർ പറയും കല്യാണം കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും കല്യാണം കഴിച്ചോ, ഞാൻ പറയും കല്യാണം കഴിക്കാൻ.
ഞാൻ പറയും നല്ലതാ കല്യാണം കഴിക്കുന്നത്. എനിക്ക് സൂപ്പറാണ്. ഐ മീൻ എന്റെ ലൈഫിൽ അടിപൊളിയായിരുന്നു. എന്റെ ഡാഡി മമ്മിയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഫ്രീ ബേർഡ് ആ വൈബായിരുന്നു. അപ്പൊ ഞാൻ പറയും അങ്ങനെ കല്യാണം കഴിക്കുവാണെങ്കിൽ അങ്ങനെ കല്യാണം കഴിക്കാം. അതെ, നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സ് അത്ര അടിപൊളിയാണെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വേറെ സൂപ്പർ. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോഴുണ്ടല്ലോ, എനിക്ക് ഈ വീഡിയോ ക്ലിപ്പ് കാണുമ്പോഴത്തേക്ക് ഇന്റർവ്യൂ ഞാൻ മൊത്തത്തിൽ കാണാനൊന്നും ഇരിക്കുന്നില്ല. ഈ ക്ലിപ്പ് കാണുമ്പോൾ തന്നെ സങ്കടം വരുന്നു. കാരണം നല്ല രണ്ട് ആളുകളായിരുന്നു, ഒരു നല്ല കപ്പിളായിരുന്നു. പക്ഷേ അവരുടെ ഇടയ്ക്ക് ഇങ്ങനൊരു സംഭവം വന്ന് കയറുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ഇത്രേ ഉള്ളൂ, ഇന്നത്തെ കാലത്ത് ഇത്രേ ഉള്ളൂ. പിടി കിട്ടിയോ? നമ്മുടെയൊക്കെ ചിലപ്പോൾ അച്ഛനമ്മമാരുടെ കാലത്തൊക്കെ അവർ സഹിച്ച് ക്ഷമിച്ച് പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലൊന്നും ഇന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ശരിക്കും സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഇന്ന് അതൊന്നും ഇല്ലടേ. ഇന്ന് ഇതൊക്കെ വെറും തമാശ ഭൂരിഭാഗവും. പിന്നെ കുറേ കാലമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പം കമൻറ്റ് ബോക്സിൽ തന്നെ ചില ആളുകൾ വന്ന് അങ്ങനൊന്നും അല്ല മറ്റേതാ മറിച്ചതെന്നൊക്കെ പറയുന്നവർ പോലും ചിലപ്പോൾ നാളെ അവരുടെ ലൈഫിൽ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് പല കാര്യങ്ങളും. കിട്ടിയില്ലേ? നമ്മൾ പലരും ഭയങ്കര ജെന്യുവിനാണ്, ഭയങ്കര സൂപ്പറാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന പല ആൾക്കാരും ചിലപ്പോൾ ഒരു തേങ്ങ ആയിരിക്കത്തില്ല. ചിലരൊക്കെ നമ്മൾ ഉടായിപ്പായിരിക്കും, അങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ ചിലപ്പോൾ നല്ലതായിരിക്കാം. ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല മനുഷ്യൻ്റെ കാര്യത്തിൽ. ഇനി അസ്ലയുടെ കുറച്ച് ഡയലോഗ് അടിയും കൂടെ ഉണ്ട്. എന്താ കാര്യത്തിന് കേൾക്കാം നമുക്ക്. ഞാൻ ഒരുപാട് ദിവസമായി, എനിക്ക് ഒരുപാടായി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇന്നാണ് തോന്നുന്നു അതിനുള്ള ഏറ്റവും കറക്റ്റ് ദിവസം എന്ന് പറയുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട്. അറ്റ്ലീസ്റ്റ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഡിവോഴ്സ് എന്നുള്ളത് ആരുടെ ലൈഫിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും. ഇന്ന് സന്തോഷത്തിലായിട്ട് നാളെ എന്തെങ്കിലും ഒരു എന്തോ റീസൺ വന്നു കഴിഞ്ഞാൽ നടക്കാവുന്ന ഒന്നേ ഉള്ളൂ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എപ്പോൾ നടക്കുന്നു, എപ്പോൾ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. ആരും ജീവിതത്തിൽ അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇവരുടെ ഫിലിം ആക്ടേഴ്സ് ഇവരുടെ ഡിവോഴ്സ് വരുമ്പോൾ മാത്രം ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇത്രയും സന്തോഷം അല്ലെങ്കിൽ കളിയാക്കാനും തോന്നുന്നത്? ഞാൻ എല്ലാവരും എല്ലാം പറയുന്നത്, പക്ഷേ കുറച്ച് കൂട്ടം ആൾക്കാർക്ക് ഒരു ബ്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഒരുപാട് ആൾക്കാർക്ക് ജെനുവിനായിട്ട് വിഷമം തോന്നുമെങ്കിലും ഇത് വിഷമം തോന്നേണ്ട പോലും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇത് രണ്ട് വ്യക്തികൾ തമ്മിൽ എടുക്കുന്ന ഒരു ഡിസിഷനാണ്. അവർക്ക് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഡിവോഴ്സ് ആവുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വിഷമിക്കേണ്ട അവർ ആവശ്യം വരുന്നില്ല. കാരണം ആ വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ എന്തൊക്കെ ഒത്തു ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത്. എനിക്ക് പക്ഷെ പറയാനുള്ളത്, എന്തിനാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? കുറെ ആൾക്കാർക്ക് കുത്തി നോക്കിക്കാൻ ഭയങ്കര ഇഷ്ടം. ഇതൊക്കെയല്ലേ റിയൽ അല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? ഈ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും അല്ലെങ്കിൽ കാണുന്ന സിനിമ ആൾക്കാരും ഒക്കെ ഇത്രേ ഉള്ളൂ ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. കണ്ടില്ല അവർ എന്ത് ഹാപ്പി ആയിരുന്നതൊന്നും കണ്ട് നിങ്ങൾ തുള്ളരുത്. എന്തൊക്കെയായിരുന്നു ഇവർ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയിരുന്നത്, എന്തൊക്കെയായിരുന്നു എന്നുള്ളൊരു സാധനം ഇതൊക്കെ ഞങ്ങൾ മുന്നേ പ്രെഡിക്റ്റ് ചെയ്തതാണ്. അത് ശരിയാട്ടോ. ഒരാളുടെ കല്യാണ വീഡിയോ വരുവാണ്, ഒരാൾ കല്യാണം കഴിച്ച് പറയുന്നത് അതിന്റെ താഴെ ഒരു മെജോറിറ്റി കമന്റ്സ് ഇതായിരിക്കും. ഇത് കയറി വന്ന 1 വർഷം 2 വർഷം എന്നുള്ളൊരു കമന്റ് ആയിരിക്കും കൂടുതൽ. നിങ്ങൾക്ക് എന്റെ കല്യാണത്തിന്റെ വീഡിയോക്ക് പോലും ഇപ്പോഴും ഒരു ഷോർട്സ് ഇപ്പോഴും അത് റീച്ച് പോയി. എനിക്കറിയാട്ടോ, ഇത്രയും വർഷം കഴിഞ്ഞാണ് 3 വർഷം കഴിഞ്ഞാണ് ആ വീഡിയോ ഷോർട്സ് ഭയങ്കര റീച്ച് പോകുന്നത്. ഞാൻ അഞ്ചുക്ക് നിക്കാഹ് കഴിഞ്ഞ് പോകുന്ന ഒരു വീഡിയോക്ക് ഞങ്ങൾ പറയുന്നത് നിക്കാഹ് കഴിഞ്ഞു പ്രാർത്ഥനയല്ല. ഇപ്പോഴും വരുന്നുണ്ട് ഇവൻ ഫ്രോഡാണ്, ഇവൾ ഫ്രോഡാണ്, ഇവൾ ഇത് തെറ്റി പിരിഞ്ഞ് പോകുന്നുണ്ട്. ഇന്നലെയും കൂടി കമന്റ്സ് വന്നുകൊണ്ടിരിക്കട്ടോ ആ ഷോർട്സിന്. അത് പോട്ടെ, അത് മാറ്റിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ജഡ്ജ്മെന്റിലാവുന്നത്? സാധാരണക്കാർ ഇത് ആരുടെ ജീവിതത്തിലും ആണെങ്കിൽ സംഭവിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള എന്റെ ഫേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഫേസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഫെമിലിയർ ആയി അല്ലെങ്കിൽ ഫേമസ് ആയി അല്ലെങ്കിൽ അത് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ടാണ് അത് ഡിവോഴ്സ് ആയി എന്ന് പറയുന്നത്. എത്രയോ സാധാരണക്കാരൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ളവർ സാധാരണക്കാരാണ്. ഞാൻ സാധാരണക്കാരൻ ഇവിടെ എടുക്കാനുള്ള ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്ത വളരെ പേഴ്സണൽ ലൈഫ് കൊണ്ട് നടക്കുന്ന നമ്മുടെ വീട്ടിലെ മറ്റംഗങ്ങൾ പോലെ എത്രയോ പേർക്ക് ഡിവോഴ്സ് നടക്കുന്നുണ്ട്. എത്രയോ പേര് വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, തമ്മിലടി നടക്കുന്നുണ്ട്, ചീത്തവിളി നടക്കുന്നുണ്ട്, ഡിവോഴ്സസ് നടക്കുന്നുണ്ട്, അടിച്ചുപിരിയൽ നടക്കുന്നുണ്ട്, കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇത് സെലിബ്രിറ്റീസിന്റെ വീട്ടിലും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സിന്റെ വീട്ടിലും മാത്രമാണോ നടക്കുന്നത്? നിങ്ങളെപ്പോലെ തന്നെ സാധാ മനുഷ്യന്മാരാണ് ഇവരും എല്ലാവരും, ഞാനും ബാക്കി എല്ലാവരും സാധാ ആൾക്കാരാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് പ്രശ്നം വേണമെങ്കിലും നടക്കാം. ഇതിപ്പോൾ ഞാനൊരു പെർട്ടിക്കുലർ ഒരാളെ വെച്ചിട്ടല്ല ഞാൻ ഒരു വീഡിയോ ചെയ്തത്. ഒരുപാട് ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് വിഷയങ്ങൾ കണ്ടു. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഫാമിലീസിൽ മാത്രം ഒതുങ്ങി കൂടുന്ന പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയോ സോഷ്യൽ മീഡിയയിൽ വരും. അപ്പോൾ ഏതെങ്കിലും ഒരു ടീമിനാവും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളവരെ തെറി വിളിക്കും, നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇങ്ങനെ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഒരു 2 ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിൽ സംഭവിക്കും. അപ്പോൾ പിന്നെ ഒരു ടീമാവും അവിടെ ചീത്ത വിളി നടക്കും. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഈ പോസ്റ്റ് എന്തുകൊണ്ട് ഈ വീഡിയോ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം. പക്ഷേ എനിക്ക് പേരുകളോ അല്ലെങ്കിൽ ഈവൻ ക്യാപ്ഷനിലും ടൈറ്റിലും തമ്മിലും പോലും എനിക്ക് അങ്ങനെ ഒരാളുടെയും പേരുകൾ ഉപയോഗിക്കരുത്. ഞാൻ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇത് മാത്രം നടക്കുന്ന ഒരു കാര്യം. നാളെ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാതിരിക്കട്ടെ. നാളെ നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചേക്കാം. അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഉണ്ടായിട്ടോ മറ്റൊന്നാണോ അല്ല. പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ ഭയങ്കര സ്നേഹത്തിലായിരിക്കും, ഭയങ്കര പോലെയായിരിക്കും. കുറേ കാലം ഒരുമിച്ച് ജീവിക്കുമ്പോഴാവും പല 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 പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വരെ. കുറച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വരെ മനുഷ്യന്മാരാണ് മാറും. അന്ന് പറഞ്ഞ കാര്യം ഇരിക്കില്ല. നമ്മൾ 2-3 വർഷം കഴിഞ്ഞ് മാറും. നമ്മൾ മാറും. വർഷങ്ങൾ കൂടുന്നതനുസരിച്ച് നമ്മുടെ പ്രായം കൂടും, നമ്മുടെ മെച്യൂരിറ്റി ലെവൽ കൂടും, നമ്മൾ ചിന്തിക്കുന്ന രീതി മാറും, എല്ലാം മാറും. ഒരു വട്ടത്തിൽ ഞാൻ എന്റെ ഏതെങ്കിലും ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ ഞാൻ അതേ കാര്യം പറയുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നതല്ല. ഞാൻ 1 മാസം മുന്നേ പറഞ്ഞ കാര്യം തന്നെ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞാൽ മാറ്റി പറയും. കാരണം നമ്മുടെ തോട്ട് പ്രോസസ് മാറുവാണ്. എല്ലാ വ്യക്തികളും അങ്ങനെയാണ്. അതെന്താ നമ്മൾ ചിന്തിക്കാത്തല്ലേ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു കാര്യം അവർ ഡിവോഴ്സ് ആണെന്ന് അനൗൺസ് ചെയ്യുന്നേക്കാൾ മുന്നേ ഈ കാണുന്ന നമ്മൾ ചകഞ്ഞെടുത്തിട്ടുണ്ടാവും, മുന്നേ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ചിലതൊക്കെ സത്യവും ചിലതൊക്കെ തെറ്റായിരിക്കും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങോട്ട് അൺഫോളോ അല്ലെങ്കിൽ ഫോട്ടോസ് ഡിലീറ്റ് അല്ലെങ്കിൽ ഫോട്ടോസ് ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ കൂടുതലാക്കും. പിന്നെ ആൾ കാണാതിരിക്കുമ്പോൾ കൂടാം. അങ്ങനെ എപ്പോഴും നമ്മൾ ഏതുള്ള വീഡിയോസിനും ഫോട്ടോസിലും അതെനിക്ക് നല്ല അനുഭവമുള്ളതാണ് ഞാൻ പറയുന്നത്. എല്ലാ ഫോട്ടോസിനും വീഡിയോകളൊക്കെ താഴെ കമന്റ് വരും.
എന്ത് പറ്റി നിങ്ങൾ പിരിഞ്ഞു അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബേഴ്സ് സോഷ്യൽ മീഡിയ ആൾക്കാരോ അവസാനം പോസ്റ്റ് ഇടും, ഓക്കെ ഞങ്ങൾ വേർപിരിഞ്ഞു, ഞങ്ങൾ രണ്ടായിരുന്നു കൊണ്ടുപോയി, അതിൽ പിന്നെ 2 വിഭാഗം. ഓക്കെ, നിങ്ങൾക്ക് ഇത് പബ്ലിക്കലി ആക്കേണ്ടായിരുന്നത് വെറും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിലും പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പോൾ പോസ്റ്റ് ഇടേണ്ട ആവശ്യം, നിങ്ങൾക്ക് മൂവ് ആയ പോലെ എത്രയോ ചോദ്യങ്ങൾ വന്നിട്ട് എത്രയോ സഹി കിട്ടിട്ടാണ് അങ്ങനെ പോസ്റ്റ് ഇടുന്നത്. കാരണം ആ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഈ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൂട്ടരും ചിലപ്പോൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും, ആ പോസ്റ്റിൽ 2 പോലെ എഴുതിയിട്ടുണ്ടാവില്ല, അത് പിന്നെ ക്ലാസ്സിൽ വെച്ചിട്ട് അളക്കും, ഇതിൽ ഏറ്റവും നന്നായിട്ട് എഴുതിയതാരാ, ഇതിൽ ഏതെങ്കിലും ഒരു ലൈൻ പിടിച്ചിട്ട് എന്തിനും അങ്ങനെ എഴുതി, അപ്പൊ ഇവിടെ മോശം തെറ്റ്. നമ്മൾ എന്തിന് ജഡ്ജ്മെന്റിലാണ്? നമുക്കറിയാം അവരുടെ ലൈഫിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്. ഓരോ ആൾക്കാർ ഓരോ ഇപ്പൊ ഒരു സാധനം എഴുതിയിട്ടുണ്ടല്ലോ, നമ്മുടെ മാനസികാവസ്ഥക്ക് അനുസരിച്ചിരിക്കും എഴുതി വെക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇപ്പൊ ഞാനൊക്കെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അല്ലെങ്കിൽ മൂഡില്ലാണ്ടാണ് ഞാൻ ഇരിക്കുന്ന സമയത്ത് എന്റെ വായിൽ വരുന്നതും ഞാൻ എഴുതുന്നതും ഒക്കെ കംപ്ലീറ്റ് എന്റെ ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? നമ്മൾ ഇപ്പോൾ അവർ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെങ്ങനെ ക്രൂശിക്കുക എന്നുള്ളതല്ല അടുത്ത്. നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു എമ്പത്തി എന്ന് പറഞ്ഞ സാധനം നമുക്ക് എമ്പത്തറ്റിക് ആവാം അല്ലേ? നമുക്ക് അവരുടെ ലൈഫായി അവരുടെ പാടായി നമുക്ക് നല്ല വാക്കുകളൊന്നും പറയാനില്ലെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്ത് വിടാവുന്നതേ ഉള്ളൂ. കുത്തി നോവിച്ചിട്ട് നമുക്ക് എന്ത് രസമാണ് കിട്ടുന്നത് അവർക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോഴും ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവേണ്ടതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ലൈഫിൽ പല വിഷയങ്ങൾ നടക്കും, പല സാധനങ്ങൾ നടക്കും. ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുള്ളതുണ്ടാവും, ആഗ്രഹമില്ല, സീക്രട്ട് ആയിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ എല്ലാവരുടെ ലൈഫിലുണ്ടായിരിക്കും. അതൊക്കെ കുത്തിപ്പൊക്കിക്കോ ചിലവർ കൊണ്ടുവരും. ചില ആൾക്കാർ അതിന്റെ സീക്രറ്റ്സ് എന്നൊക്കെ തപ്പി എന്താണ് ഏതാണെന്നൊക്കെ തപ്പി അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാവരും ഹ്യൂമൻസ് ആണ്. ഇപ്പൊ നമുക്ക് അത് ഇഷ്ടപ്പെടും ഇല്ല, അതേപോലെ തന്നെ എല്ലാവരുടെയും കാര്യത്തിൽ. സോ എന്തെങ്കിലുമൊക്കെ രീതിക്ക് ഇതായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാത്രം ആലോചിക്കുക, നിങ്ങളെ പോലെ മനുഷ്യന്മാരാണ് സോഷ്യൽ മീഡിയ ഉള്ളവരും, ഏലിയൻസ് അല്ല. ഏതൊരു കുടുംബത്തിലും സംഭവിക്കാവുന്ന ഒന്നാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. മോളെ അസ്ലാമാർലി, നിന്റെ ഈ ഉപദേശവും ഊഞ്ഞാലാട്ടലും കൂടെ ഒന്നിച്ചിറക്കരുത്, മനസ്സിലായോ? പിടികിട്ടിയല്ലോ നിനക്ക്. നീ കൂടുതൽ വന്നിരുന്നിട്ട് എന്തിനാണ് സെലിബ്രിറ്റീസിന്റെ മാത്രം ഇങ്ങനെ ആഘോഷിക്കുന്നത്? നീ പിന്നെ എന്തോ കാണിച്ചോണ്ടിരിക്കുന്നത്? നീ അതും വെച്ചോണ്ടിരുന്നിട്ടല്ലേ? നീ വേറൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. നീ ഇപ്പൊ ഈ വന്ന് കാണിക്കുന്നത് അത് കണ്ടിട്ടല്ലേ? അത് കണ്ടിട്ടല്ലേ നീ വന്നിരുന്ന് നാട്ടുകാരെ ഉദ്ധരിക്കാൻ നോക്കുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ലല്ലോ. നീ ഒരുപാട് ഉദ്ധരിക്കാതെ നമ്മളൊക്കെ ചെയ്യുന്ന കണ്ടന്റിന് വേണ്ടി മാത്രം, അല്ലാതെ നമുക്ക് ആരും ഉദ്ധരിച്ചിട്ടൊന്നും കിട്ടാനൊന്നും ഇല്ല. പിടികിട്ടിയോ? നീയും അതാ ചെയ്യുന്നത്. പിന്നെ വലിയ മറ്റേ പുണ്യാളത്തി ആവാൻ ശ്രമിക്കല്ലേ കേട്ടോ, അത് ശരിയല്ല. എന്തിനാ? നാട്ടുകാർക്ക് അറിയാം മോളെ എന്തിനാ ഞാൻ നീയൊക്കെ ഈ പരിപാടി ചെയ്യുന്നതെന്ന്. ഓക്കെ, പിന്നെ കിടന്ന് ഉദ്ധരിക്കാൻ നിൽക്കാതെ. പിന്നെ നീ പറഞ്ഞ കാര്യം ഡിവേഴ്സ്, ഇന്നത് സെലിബ്രിറ്റീസിൻ്റെ പിന്നെ ആഘോഷിക്കുന്നത് വേറൊന്നുമല്ല. 10 പേർക്ക് അറിയാം. നിൻ്റെയൊക്കെ ആരാഘോഷിക്കാനാണ്? നീ തന്നെ വന്നിരുന്ന് യൂട്യൂബിനകത്തോട്ടിരുന്ന് കഥ പറഞ്ഞ് 10 പേരെ കേൾപ്പിക്കും. പിടികിട്ടിയോ? 10 പേരെ അറിയിക്കും. അങ്ങനെ നീയൊക്കെ മറ്റേ എന്താണ് എന്നെ അവരങ്ങനെ ചെയ്ത് ഇങ്ങനെ പറഞ്ഞതൊക്കെ കിടന്ന് കരയും. അപർണയുടെ ജീവനം കേസിൽ അങ്ങനല്ല. അവരെ ഒന്നിച്ച് കുറേ കാലങ്ങളായിട്ട് ആരും കാണുന്നില്ല. അപ്പോൾ ഓഫ്കോഴ്സ് നിന്നെക്കാട്ടിലൊക്കെ കുറച്ചുകൂടെ ആളുകൾ അറിയുന്ന വ്യക്തികളാണ്. ആളുകൾ പോയി കമൻറ്റ് ബോക്സിൽ ചോദിക്കും, അവർക്ക് അവസാനം പറഞ്ഞേ പറ്റുള്ളൂ. പിടികിട്ടിയോ? അങ്ങനെ അവർ പറഞ്ഞതാ. പുറത്തവരൊന്നിച്ച് പോകുമ്പോൾ ഒരുപാട് സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ ചെല്ലുമ്പോൾ ഒക്കെ ചോദ്യങ്ങൾ വരും. ഇതിപ്പോൾ എല്ലാത്തിനും കൂടെ ഉള്ള റിപ്ലൈ അവരുടെ അങ്ങ് കഴിഞ്ഞു. പിടികിട്ടിയോ? നിന്റെ കേസിൽ ആരും വന്നൊന്നും ചോദിക്കാനൊന്നും സാധ്യതയില്ല. പിന്നെ ആരെങ്കിലും 1-2 കമൻറ്റ് എവിടെയെങ്കിലും വീഡിയോയുടെ അടി ഇട്ട് കഴിഞ്ഞാൽ വന്ന് നീ തന്നെ കഥ പറയും അടുത്ത കണ്ടന്റിന് വേണ്ടിയിട്ട്. അല്ല, ഇപ്പോഴും ചെയ്യുന്ന നിന്റെ ഈ ഉപദേശവും ഊഞ്ഞാലാട്ടനും കൂടെ നീ ചെയ്തേക്കുന്ന അതിന് വേണ്ടിയിട്ടല്ലേ, കണ്ടന്റ്. അപ്പോൾ പിന്നെ മടക്കി കൈ വെക്ക്. ഈ ഒരു സാധനം ഈ കുഞ്ഞിനോട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് അപ്പം മുഴുവൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.